മറ്റു വാർത്തകളിലേക്ക്. ഇലന്തൂർ നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ഒപ്പം ചേരുന്നു. ഡാനി, പറയൂ. കൃഷാജ്, ഇതിൽ രണ്ടാമത്തെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഇത് കൃത്യത്തിൽ നടത്തിയ കാര്യങ്ങളടക്കം വിശദീകരിക്കുന്നു. റോസ്ലിനെ കൊലപ്പെടുത്തിയ ആ രീതികൾ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ റോസ്ലിൻ കൊല്ലപ്പെട്ട റോസ്ലിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണമോതിരമടക്കം ഇവർ പണയപ്പെടുത്തിയിരുന്നു. ഒപ്പം ഇതിൽ 200-ലധികം സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ 130-ലധികം രേഖകളും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും വാഹനങ്ങളും അടക്കം 50ഓളം തൊണ്ടിമുതലുകളും ഇതിന്റെ ഭാഗമാണ്. 3000-ഓളം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കുറ്റപത്രത്തിലേതെന്നതിന് പോലെ സമാനമായ രീതിയിലുള്ള കൃത്യങ്ങൾ നടന്നിരിക്കുന്നു. ഇതിലും മനുഷ്യ മാംസം തന്നെ ഇവർ ഭക്ഷിച്ചിരിക്കുന്നു. ഭഗവത് സിംഗും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായ ഷാഫിയും അടക്കം ഇവർ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിച്ചതായിട്ട് അതിനെ വളരെ വ്യക്തമായിട്ട് ഇതിൽ അതിനുള്ള തെളിവുകളടക്കം ഇവർ ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ അപൂർവം എന്ന രീതിയിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ അന്വേഷണ സംഘത്തലവൻ ആയ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ടി ബിജി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇലന്തൂർ നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡാനി പോൾ.